ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-26 അധ്യയന വർഷത്തേക്കുള്ള എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ നൽകുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കും, അതേപോലെ തന്നെ അപേക്ഷ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എംഎഡ് കോഴ്സിൻ്റെ പ്രാധാന്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ബി.എഡ് കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ DLED അഥവാ TTC കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തണം. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എംഎഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ 24/9/2024 വരെ എംഎഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ ഫീസ് ശ്രദ്ധിക്കുക 390, അതേപോലെ മറ്റുള്ളവർ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 830, SC ST വിഭാഗക്കാർ 390 രൂപ. ഇനി അപേക്ഷയ്ക്ക് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ട് നൽകേണ്ടത്. അപ്പോൾ നമുക്ക് എംഎഡ് കോഴ്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ടോട്ടലി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതായത് നേരത്തെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു. അതായത് ഇനി ഇങ്ങോട്ട് UP-ലും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ടീച്ചറാകുവാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും B.ED എന്നുള്ളൊരു കോഴ്സ് നിർബന്ധമാക്കാൻ പോകുന്ന ഈ ഒരു സാഹചര്യം. നിലവിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ UP-ൽ ഏകദേശം, അതായത് UP-ൽ നിലവിൽ TTC എന്നുള്ള കോഴ്സ് കൂടി UP ലെവലിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും ഇനി അങ്ങോട്ട് UP മുതൽ B.ED കോഴ്സ് നിർബന്ധമാക്കുന്ന ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ B.ED എന്നുള്ള സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് B.ED എന്നുള്ള എന്നൊരു സിസ്റ്റത്തിൽ മാറുവാൻ പോകുന്ന ഈ ഒരു സാഹചര്യത്തിലും B.ED എന്നുള്ള എഡ്യൂക്കേഷൻ, B.ED എന്നുള്ളൊരു കോഴ്സ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയായിട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ B.ED കോളേജ് മേഖലയിൽ ഒരുപാട് ടീച്ചിങ് വേക്കൻസി കൂടി വരാൻ പോവുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഏകദേശം 2-3 വർഷത്തിന് അല്ലെങ്കിൽ വരുന്ന 3-4 വർഷത്തിനുള്ളിൽ B.ED ടീച്ചേഴ്സിന്, അതായത് B.ED മേഖലയിൽ ടീച്ചിങ് സാധ്യത വളരെ കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതായത് B.ED സ്റ്റുഡൻസിനെ പഠിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് അതായത് എംഎഡ് എന്നുള്ളത്. അതായത് എംഎഡ് സ്വാഭാവികമായിട്ട് എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സ്വാഭാവികമായിട്ട് നെറ്റ് എന്നുള്ളത് ജസ്റ്റ് എഡ്യൂക്കേഷനിൽ നെറ്റ് നോർമലി വളരെ ടൈറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പത്തിൽ നെറ്റ് കിട്ടുവാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് എംഎഡ് നെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംഎഡ് എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ പ്ലസ് നെറ്റ് കൂടി ഉണ്ടെങ്കിൽ B.ED എന്നുള്ള ആ ലെവലിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ആവശ്യമാകുന്ന ടീച്ചിങ് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എംഎഡ് എന്നുള്ളൊരു കോഴ്സിൻ്റെ പ്രാധാന്യം ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ആർക്കൊക്കെ ഈ പറയുന്ന എംഎഡ് കോഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞത് 24 വരെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ അപേക്ഷ കൊടുക്കാൻ സാധിക്കുമെന്ന് വെച്ചാൽ, നിലവിൽ അതിൽ പ്രധാനമായിട്ടും നോർമലി B.ED 1 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ B.ED ഡിഗ്രി കഴിഞ്ഞ ഏത് ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന എംഎഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നിങ്ങൾ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണെങ്കിൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത് റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതായത് ഈക്വലൻസി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്തിട്ടുള്ള B.ED യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് എംഎഡ് എടുത്താൽ മാത്രമാണ് എംഎഡ് കോഴ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. നോർമലി നിങ്ങളെടുത്തതൊക്കെ കേരളത്തിൽ നിന്നായിരിക്കും. കേരളത്തിലല്ലാത്ത പുറത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിലും സ്വാഭാവികമായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾമോസ്റ്റ് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ഈക്വലൻസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് വെരിഫൈ ചെയ്യാം. ഇനി രണ്ടാമത് ഇൻ്റഗ്രേറ്റഡ് B.ED 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് +2 ശേഷം 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് B.ED എടുത്ത വിദ്യാർത്ഥികൾക്കും എംഎഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് DLED. അത് നമ്മൾ TTC എന്ന് വിളിക്കുന്ന DLED കോഴ്സ് അല്ലെങ്കിൽ D.ED. അതിൻ്റെ കൂടെ ഡിഗ്രി കൂടി കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും ഡയറക്റ്റായിട്ട് എംഎഡിന് അപേക്ഷ കൊടുക്കാൻ സാധ്യത. അപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എംഎഡ് കോഴ്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിലവിൽ TTC പ്ലസ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും എംഎഡ് കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ ഈ എംഎഡ് കോഴ്സ് പൂർണ്ണമായിട്ടും ഓൺലൈനായിട്ടാണ്. നിങ്ങളുടെ B.ED മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് സാധാരണ രീതിയിലുള്ള റിസർവേഷൻ കാര്യങ്ങളൊക്കെ SC ST ജനറൽ OBC അതിലൊക്കെ സാധാരണ രീതിയിൽ റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ തന്നെ സീറ്റ് വേക്കൻസികൾ നോക്കാം. സ്വാഭാവികമായിട്ട് സീറ്റുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 9 സ്ഥാപനങ്ങളാണുള്ളത്. അതിലോരോ സ്ഥാപനത്തിന്, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ അവിടെ 50 സീറ്റ്. ഇനി ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ കോഴിക്കോട് 50 സീറ്റ് ഉണ്ട്. ഇനി അതിൽ തൃശ്ശൂർ 50 സീറ്റ്. ഏകദേശം ഈ പറയുന്ന 9 സ്ഥാപനങ്ങളും 50 വീതം സീറ്റുകളാണുള്ളത്. അതിൽ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ 50 സീറ്റും, ഇനി ഗവൺമെൻറ് മേഖലയിൽ 100 സീറ്റ്, അതുപോലെ എയ്ഡഡ് മേഖലയിൽ 100, ബാക്കി അൺഎയ്ഡഡ് ഏകദേശം 200 സീറ്റ്. ഇത്രയും സീറ്റുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം എംഎഡ് കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലെ ചാൻസ് ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയിട്ട് സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു മേഖലയിലോട്ട് എത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കൈവശം ഇപ്പോൾ BEd അല്ലെങ്കിൽ DLed പ്ലസ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, നിങ്ങൾ MEd കോഴ്സിന് അപേക്ഷ കൊടുത്തിടുക. ഈ 2 വർഷത്തെ MEd കോഴ്സ് നിങ്ങൾക്ക് പഠിച്ച് ഇറങ്ങിയാൽ തീർച്ചയായിട്ടും ഇനി വരുന്ന 2-3 വർഷം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷത്തെ ആ ഗ്യാപ്പിൽ ഇൻ്റഗ്രേറ്റഡ് BEd എന്നുള്ള സിസ്റ്റം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും BEd കോഴ്സിന് അത്രയും ടീച്ചിങ് മേഖലയിലോട്ട് വേക്കൻസികൾ വരാൻ പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് BEd ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുവാൻ നിർബന്ധമായിട്ടും ക്വാളിഫിക്കേഷൻ MEd ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ MEd കോഴ്സ് ചെയ്യുക. മാത്രമല്ല MEd കോഴ്സ് കേവലം ടീച്ചിങ് മേഖലയിൽ മാത്രമല്ല, MEd കോഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എഡ്യൂക്കേഷൻ മേഖലയിൽ DEd പ്ലസ് MEd ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരുപാട് പ്രാധാന്യം മറ്റു മേഖലയിൽ നമുക്ക് വരികയാണ്. അതേപോലെ MEdൻ്റെ കൂടെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ നെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ JRF ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് MEd മേഖലയിൽ നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ MEdനുണ്ട്. അതുകൊണ്ട് ഈ 2 വർഷത്തെ MEd എന്നുള്ളത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും സീറ്റുകളിൽ നേരത്തെ അതായത് ഏകദേശം 400 മുകളിൽ സീറ്റുകൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ വന്നിട്ട് വിദ്യാർത്ഥികൾ BEd ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും MEd രജിസ്ട്രേഷൻ 2024 അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാ രീതിയിൽ നിങ്ങൾ ഡിഗ്രി അല്ലെങ്കിൽ BEd ഒക്കെ അപേക്ഷ കൊടുത്ത സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞു 830 ജനറൽ വിഭാഗക്കാരും മറ്റു SC/ST വിഭാഗക്കാർക്കുള്ള ഓഫർ, അതായത് ജസ്റ്റ് ഓപ്ഷൻ ഫീസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആകെ സെറ്റ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ ഫോട്ടോയാണ്. അതായത് 40 KB ഉള്ള ഫോട്ടോ നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ ഡിഗ്രിക്കും PGക്കും BEdനൊക്കെ അപേക്ഷ കൊടുക്കുന്ന അതേ രീതിയിലൊരു ഫോട്ടോ നിങ്ങൾ സൈസ് ആക്കിയിട്ട് ഈ പറയുന്ന 150-200 പിക്സലിൽ നിങ്ങൾ സെറ്റാക്കിയിട്ട് 40 KB ഒതുക്കി വെക്കുക. ആ ഒരു ഫോട്ടോ നിങ്ങൾ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. ഇനി അതുപോലെ നിങ്ങൾ നോർമലി നിങ്ങൾ ഇമെയിൽ ID മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കാം. ഇനി അതുപോലെ ഫസ്റ്റ് നിങ്ങൾ മൊബൈൽ നമ്പർ നിങ്ങൾ വെരിഫൈ ചെയ്യണം. അതുപോലെ ഇമെയിൽ ID നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ CAP ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് സ്റ്റെപ്പ് ഓൺലൈനായിട്ട് ഓരോ സ്റ്റെപ്പും പൂർത്തീകരിക്കുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ്. അത് ഞാൻ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ജസ്റ്റ് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിക്കുന്നുണ്ട്, കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തേത് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കലാണ്. അതിനുശേഷം നിങ്ങൾ ഫോട്ടോ നേരത്തെ സെറ്റാക്കിയ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അതായത് കോളേജ് സെലക്ഷൻ പേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന 9 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് 9 വേണം, 9 നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾ കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ എല്ലാ കാര്യവും വെരിഫൈ ചെയ്യുക. ശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓൺലൈനായിട്ടുള്ള പേയ്മെൻറ്റ് നിങ്ങൾ അടക്കുക. അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ അത് വെരിഫൈ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫൈനൽ ഓക്കെ ആണെങ്കിൽ ഫൈനൽ വെരിഫൈ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഇവിടെ മാച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ഓരോ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു, അതൊക്കെ ഇവിടെ റെഡിക്ക് കാണാൻ സാധിക്കും. ഓപ്ഷൻസ് കൊടുക്കുന്നു. അതേപോലെ ഓക്കെ. അപ്പോൾ നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് മാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം അപേക്ഷ കൊടുക്കുക. ഞാൻ കാണിക്കാത്തത് ഇവിടെ സ്റ്റെപ്പ് ആയിട്ട് യൂണിവേഴ്സിറ്റി തന്നെ ഓരോന്നും ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾ വെരിഫൈ നോക്കിയതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങളും വെരിഫൈ ചെയ്യുക. അപ്പോൾ എന്തായാലും MEd കോഴ്സിന് കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ MEd കോഴ്സുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് വേക്കൻസി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ MEdൻ്റെ സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ MEd കോഴ്സ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട അടുത്ത സ്റ്റെപ്പിലുള്ള അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ ഈ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും കൃത്യമായിട്ട് ഈ രീതിയിൽ അപേക്ഷ കൊടുത്തിടുക. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ രീതിയിൽ ഒരു ഉന്നത തലത്തിൽ ഒരു അധ്യാപകരാകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിച്ചുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.